ഇതുപയോഗിച്ച് ചുടക്ക് വെച്ചിട്ടില്ലാത്തവരൊക്കെ ചുരുക്കമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ചുടക്ക് തക്കാളി എന്നൊക്കെ വിളിക്കുന്ന ഇലമുളച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ച് എത്തിയിരിക്കുന്നത്. ഒരു ഉദ്യാന സസ്യമായി വളർത്തുന്ന ഔഷധ സസ്യമാണ് ഇലമുളച്ചി. ഇവൻ്റെ ശാസ്ത്രീയ നാമം ബ്രയോഫിലിം പിന്നാറ്റം എന്നാണ്. ഇതിൻ്റെ ഇലയുടെ അരികുകളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനാലാണ് ഇതിനെ ഇലമുളച്ചി എന്ന് വിളിക്കുന്നത്. പ്ലാന്റേ കിങ്ഡത്തിൽപ്പെട്ട ആൻജിയോസ്പേംസ് ഡിവിഷനിലുള്ള യൂഡിക്കോട്സ് ക്ലാസിൽ സാക്സിഫ്രാഗൽസ് ഓർഡറിൽ ക്രാസുലേഷ്യ ഫാമിലിയിൽ ബ്രയോഫിലിം സെക്ഷനിൽ ബി പിന്നാറ്റെ സ്പീഷീസിലാണ് നമ്മുടെ ഇലമുളച്ചി ചെടി പെടുന്നത്. ഇവയുടെ ഘടനയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരാശരി 1 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഇലമുളച്ചി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചുടക്ക് തക്കാളി. ഇവയുടെ തണ്ടുകൾ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നു. സമുഖമായി ക്രമീകരിച്ചിരിക്കുന്ന ഇലകൾ തണ്ടുകളിൽ നിന്നും നീളമുള്ള ഇലഞ്ഞെട്ടുകളിൽ ഉണ്ടാകുന്നു. ഇലകൾ മാംസളമായതും കടും പച്ച നിറത്തോടു കൂടിയതുമാണ്. തണ്ടിന്റെ അഗ്രങ്ങളിൽ പൂക്കൾ കുലകളായി ഉണ്ടാകുന്നു. വംശവർദ്ധനവ് സാധാരണയായി ഇലകളുടെ അരികുകളിൽ പൊട്ടിമുളയ്ക്കുന്ന തൈ ഉപയോഗിച്ചാണ് നടത്തപ്പെടുന്നത്. കൂടുതലായി ഇവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ബാല്യകാലം ഓർമ്മ വരും. കുട്ടിക്കാലത്ത് ചന്തകളിലൊക്കെ പോയി വരുമ്പോൾ ടിക് ടിക് നെറ്റിയിലൊക്കെ ഇടിച്ചു പൊട്ടിക്കുന്നതിനായിട്ടൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ചുടക്ക് തക്കാളി. അപ്പോൾ ഈ പറഞ്ഞ ചുടക്ക് തക്കാളിയൊക്കെ പണ്ട് ചന്തയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് അഥവാ ബാല്യകാലത്ത് ഇതിനെ കണ്ടിട്ടില്ലാത്തവർ, ഇതുപയോഗിച്ച് ചുടക്ക് വെച്ചിട്ടില്ലാത്തവരൊക്കെ ചുരുക്കമാണ്. അത്തരത്തിൽ ഈ ചുടക്ക് തക്കാളിയൊക്കെ ഓർമ്മ വരുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്നതിനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ്, ബൈ.